എന്താണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ക്ലൈമറ്റ് ടാക്സോണമി അഥവാ കാലാവസ്ഥ ജൈവ വർഗീകരണം? പേരിൽ ടാക്സ് ഉണ്ടെങ്കിലും ഇത് പ്രത്യക്ഷമായ നികുതി നിർദ്ദേശമല്ല. പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള പദ്ധതിയാണ് ക്ലൈമറ്റ് ടാക്സോണമി. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ കാർബൺ പുറംതള്ളുന്ന വ്യവസായങ്ങൾ ഒഴിവാക്കി സുസ്ഥിര നിക്ഷേപ മേഖലകൾ കണ്ടെത്തി തരംതിരിക്കുക എന്നു മാത്രമാണ് ക്ലൈമറ്റ് ടാക്സോണമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലൈമറ്റ് ടാക്സോണമിയുടെ പ്രാധാന്യമെന്ത്? ആഗോള താപനില കുതിച്ചുയരുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂക്ഷഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ നെറ്റ് സീറോ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുക, കാർബൺ അഥവാ കരി പുറംതള്ളുന്നത് പൂജ്യമാക്കുന്ന പദ്ധതികൾ നടപ്പാക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യം. ഇന്ത്യയിൽ ഹരിത നിക്ഷേപ സാധ്യത എത്രമാത്രം? ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന്റെ റിപ്പോർട്ട് പ്രകാരം 2018 മുതൽ 2030 വരെ $3.1 ലക്ഷം കോടി കാലാവസ്ഥാ സ്മാർട്ട് നിക്ഷേപ സാധ്യതയാണ് ഇന്ത്യക്കുള്ളത്. ഏകദേശം 260 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ തുക. 2030ഓടെ എല്ലാ പുതിയ വാഹനങ്ങളും വൈദ്യുതീകരിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് ക്ലൈമറ്റ് ടാക്സോണമി ഉണ്ടോ? ദക്ഷിണാഫ്രിക്ക, കൊളംബിയ, ദക്ഷിണ കൊറിയ, തായ്ലൻഡ്, സിംഗപ്പൂർ, കാനഡ, മെക്സിക്കോ എന്നിവയാണ് കാലാവസ്ഥാ ജൈവ വർഗീകരണം സാധ്യമാക്കിയ രാജ്യങ്ങൾ. യൂറോപ്യൻ യൂണിയനും ക്ലൈമറ്റ് ടാക്സോണമി രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥാ പ്രതിബദ്ധതകൾ എന്തൊക്കെ? 2070ഓടെ നെറ്റ് സീറോ സമ്പദ് വ്യവസ്ഥ കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 2030ഓടെ ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ 45% കുറയ്ക്കാനും രാജ്യം ഉദ്ദേശിക്കുന്നു. ബിസിനസ് ഡെസ്ക്, ന്യൂസ് മലയാളം.